ധവളപത്രത്തിന് പിന്നാലെ വി.ഡി. സതീശൻ സർക്കാരിന്റെ ആദ്യ ബജറ്റിലേക്കാണ് കേരളത്തിന്റെ ശ്രദ്ധ. സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിൽ എന്തൊക്കെ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നതാണ് പ്രധാന ചോദ്യം. ബജറ്റിലെ സാധ്യതകളും ധനകാര്യ വെല്ലുവിളികളും വിലയിരുത്തി ധനകാര്യ വിദഗ്ധയും അധ്യാപികയുമായ ഡോക്ടർ മേരി ജോർജ്. വി.ഡി. സതീശൻ സർക്കാരിൻ്റെ ബജറ്റ് പ്രഖ്യാപനം പടിവാതിക്കൽ എത്തി നിൽക്കുകയാണ്. ധവളപത്രം അടക്കം പുറത്തിറക്കിക്കൊണ്ട് ഏകദേശം കേരളത്തിൻ്റെ ധനസ്ഥിതി എന്തെന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി കേരളം ഉറ്റുനോക്കുന്നത് ബജറ്റിൽ എന്തെല്ലാം പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ്. നമ്മോടൊപ്പം ഇപ്പോൾ ഉള്ളത് ധനകാര്യ വിദഗ്ധയും അധ്യാപികയുമായ ഡോക്ടർ മേരി ജോർജാണ്. കേരളത്തിൻ്റെ ധനസ്ഥിതി വളരെ മോശമായിരുന്ന എന്നാണ് പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ തന്നെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ വ്യക്തമാക്കിയിരുന്നത്. അത് ശരിവെക്കുന്ന രീതിയിലാണ് ധവളപത്രം അടക്കം പുറത്തു വന്നപ്പോൾ നമ്മുടെ കേരളത്തിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും അത് മനസ്സിലായി, ആ പറഞ്ഞതിൽ വാസ്തവമുണ്ട് എന്നുള്ളത്. ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ച് നേരിടുന്ന ഏറ്റവും വലിയ ഇപ്പോൾ ഇനി ഈ വന്നിരിക്കുന്ന ധനപ്രതിസന്ധി എത്രത്തോളം രൂക്ഷമാണ് കേരളത്തിൽ? അതായത് കേരളത്തിലെ ധനപ്രതിസന്ധിയെ ധവളപത്രം പറഞ്ഞതിലും ഭീകരമാണ് കേരളത്തിൻ്റെ ധനപ്രതിസന്ധി. 2025 ഡിസംബറിൽ തന്നെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ റിപ്പോർട്ട് ചെയ്തിരുന്നു കേരളത്തിൻ്റെ 2025-26 കടം 6,04,000 കോടിയാണെന്ന്. ആ പറഞ്ഞത് നിന്ന് താഴെ അതിനേക്കാൾ വളരെ കുറച്ച് 5,07,000 കോടി രൂപയാണ് കേരളത്തിൻ്റെ കടം എന്നാണ് ധവളപത്രക്കാർ പറയുന്നത്. അതെങ്ങനെയാണ് കടം കുറഞ്ഞത്? 2025 ഡിസംബറിനും ഈ 2026 മെയ് മാസത്തിനും ഇടയിൽ എങ്ങനെ കടം കുറഞ്ഞു? തീർച്ചയായിട്ടും കടം കുറഞ്ഞതല്ല. അവർ LDF ഗവൺമെൻറ് കിഫ്ബി വഴിയും കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ട് ലിമിറ്റഡ് വഴിയും എടുത്ത കടം ധവളപത്രത്തിൽ കടം കണക്ക് കൂട്ടിയപ്പോൾ കണക്കിലെടുത്തില്ല. അതുകൊണ്ടാണ് 5,07,000 കോടിയിലേക്ക് കേരളത്തിൻ്റെ കടം ചുരുങ്ങിപ്പോയത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് ശ്രീ വി.ഡി. സതീശൻ, അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ ഖജനാവിൽ പൂച്ച പെറ്റ് കിടക്കുന്നു എന്നിങ്ങനെയുള്ള വാക്യങ്ങളൊക്കെ ഉപയോഗിക്കേണ്ടി വന്നത്. അത് വസ്തുനിഷ്ഠമായ പ്രയോഗങ്ങൾ തന്നെയായിരുന്നു എന്നാണ് എന്നെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. കേരളം ഇത്ര സാമ്പത്തിക പ്രതിസന്ധി നേരിടുകയാണ്. അപ്പോൾ പ്രിയദർശിനി സൗജന്യ യാത്ര നടപ്പിലാക്കി, ഇനി ഒരുപാട് ഗ്യാരണ്ടികൾ നടപ്പിലാക്കാനുണ്ട്. അപ്പോൾ അതിനൊക്കെയുള്ള ഒരു സാമ്പത്തികം എങ്ങനെയാകും കേരളത്തിന് കണ്ടെത്താൻ സാധിക്കുക? ഈ ഗവൺമെൻറ് ഭരണത്തിൽ വന്നതിന് ശേഷം 5,429 കോടി രൂപ അധികം, അതായത് കഴിഞ്ഞ വർഷത്തെ ആദ്യ 2 മാസങ്ങളിൽ 16,000-ൽ ചെല്ലുവാനും കോടി രൂപയാണ് സംസ്ഥാന ഖജനാവിലേക്ക് റവന്യൂ വരുമാനമായിട്ട് വന്നത് എങ്കിൽ ഈ വർഷം അത് 22,000 കോടിയിലധികമായിരുന്നു. എമൗണ്ട് കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല. 22,000 കോടി, അതായത് എന്ന് വെച്ചാൽ കൃത്യമായി പറഞ്ഞാൽ 5,429 കോടി കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷത്തെ ആദ്യ 2 മാസം കൂടുതലായിട്ട് പിരിഞ്ഞു കിട്ടി GST വഴിയായിട്ട്. അപ്പോൾ ഇതെന്തൊരു അത്ഭുതം എന്നല്ലേ? ഇതൊരു അത്ഭുതമൊന്നുമല്ല, ഇത് സത്യത്തിൽ സംഭവിക്കാമെന്നായിരുന്നു. കാരണം നമ്മൾ ബജറ്റിൻ ഡോക്യുമെൻ്റ്, ആ ഡോക്യുമെൻ്റ് എടുത്ത് നോക്കിയാൽ അതിൽ IGSTയുടെ, അതായത് ഇൻ്റഗ്രേറ്റഡ് GST, അതായത് അന്തർ സംസ്ഥാന വിൽക്കൽ വാങ്ങലുകളിൽ നിന്ന് നമുക്ക് കിട്ടേണ്ട നികുതി വരുമാനമാണ് IGST എന്ന് പറയുന്നത്. ആ IGSTയുടെ കോളമല്ല റോ വെറുതെ കിടക്കുകയാണ്, വേക്കൻ്റ് ആയിട്ട് കിടക്കുകയാണ്. നമ്മൾ ബജറ്റ് ഡോക്യുമെൻ്റ് എടുത്ത് നോക്കിയാൽ കഴിഞ്ഞ വർഷങ്ങളിലൊന്നും അത് കൃത്യമായിട്ട് അക്കൗണ്ട് ചെയ്ത് വന്നിട്ടില്ല. എന്തായാലും അങ്ങനെ കിട്ടാതെ പോയ എമൗണ്ട് ഇപ്പോൾ കിട്ടി. അതുകൊണ്ടാണ് ഈ ഖജനാവിൽ 5,429 കോടി രൂപ വെച്ചിട്ട് പോകാൻ ഈ ഇടതുപക്ഷ ഗവൺമെൻറ്റിന് കഴിഞ്ഞത്. അത് ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ കഴിവ് കൊണ്ടുണ്ടായതല്ല. ഈ IGSTയുടെ സോഫ്റ്റ്വെയറൊക്കെ അപ്ഡേറ്റ് ചെയ്യണം, ഒരുപാട് പാകപ്പിഴകളുണ്ടെന്ന് വളരെ നാളായി ക്രിറ്റിസിസം ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായി അതിൻ്റെ അപ്ഡേഷൻ നടക്കുന്നുണ്ടാകണം. അതുകൊണ്ടാണ് ഇത്രയും പണം നമുക്ക് കൂടുതലായിട്ട് ഇപ്പോൾ പിരിഞ്ഞു കിട്ടിയത്. ഇനി അപ്പോൾ ഇതിൽ നമ്മൾ LDFO UDFO ഊറ്റം കൊള്ളേണ്ട കാര്യമൊന്നുമില്ല. വേണ്ട രീതിയിൽ കാര്യക്ഷമമായി റവന്യൂ വരുമാനം സമാഹരിക്കാനുള്ള ശ്രമം നടന്നാൽ കേരളത്തിന് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ തന്നെ റവന്യൂ വരുമാനത്തിൽ നല്ല വർധനവുണ്ടാകും. കാരണം വലിയ തോതിൽ നികുതി വെട്ടിക്കൽ നടക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. വ്യാപാരികളും വ്യവസായികളും വലിയ തോതിൽ നികുതി വെട്ടിക്കുന്നുണ്ട്.
കേരളത്തെ ഒരു തുറമുഖ നഗരമാക്കുമെന്നാണ് UDF അധികാരത്തിലെത്തുന്നതിന് മുമ്പ് പറഞ്ഞത്. നമുക്കിപ്പം വിഴിഞ്ഞം പോർട്ടുണ്ട്. അപ്പോൾ അവിടേക്ക് വേണ്ട ഗതാഗത സൗകര്യങ്ങളടക്കം ഇപ്പോൾ കൃത്യമായി എത്തുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ വിഴിഞ്ഞം തുറമുഖത്തെ കാര്യമായി തന്നെ ഒന്ന് പരിഗണിച്ചു കഴിഞ്ഞാൽ, അതിനുവേണ്ടി സംസ്ഥാന സർക്കാർ ഒന്ന് മുന്നിട്ടിറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ മറ്റ് അവസരങ്ങൾ ഉണ്ടാകില്ലേ? നമ്മുടെ ഈ സ്ഥിതിയിൽ കുറച്ചെങ്കിലും മാറ്റം ഉണ്ടാകില്ലേ? തീർച്ചയായിട്ടും ഉണ്ടാകും. അതായിരുന്നല്ലോ വിഭാവന ചെയ്തിരുന്നത്. അതായത് അപ്രോച്ച് റോഡ്, അങ്ങ് പാറശാലയ്ക്ക് അപ്പുറം തൊട്ട് ഇങ്ങോട്ടുള്ള അപ്രോച്ച് റോഡ് വിഴിഞ്ഞത്തേക്കുള്ളത്, മെട്രോ നഗരം, അതായത് തിരുവനന്തപുരം നഗരത്തെ ഒരു മെട്രോ നഗരമാക്കുക, വിഴിഞ്ഞം തുറമുഖം ആ മെട്രോ നഗരത്തിൻ്റെ ഒരു ഭാഗമാക്കുക, അങ്ങനെയാണ് വിചാരിച്ചിരുന്നത്. എന്നിട്ട് ഈ മെട്രോ നഗരത്തിൻ്റെ അനുബന്ധ നഗരങ്ങളായി കൊല്ലം ജില്ലയിലേക്കും, അതായത് പുനലൂർ തൊട്ട് കൊട്ടാരക്കര തൊട്ട് ഈ പറയപ്പെട്ട മേഖല, നെടുമങ്ങാട്, അങ്ങനെ ഒരു മേഖലയുണ്ട്. ആ മേഖല മുഴുവനും ഈ മെട്രോ നഗരത്തിൻ്റെ ശിഖകൾ പോലെ പ്രവർത്തിക്കുക. അങ്ങനെ അവിടെയൊക്കെ ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചർ വികസനവും ഇൻഫ്രാസ്ട്രക്ചറിനോടൊപ്പം തന്നെ സംരംഭങ്ങൾ ഉണ്ടാവുക. ആ സംരംഭങ്ങൾ വഴി നേരത്തെ ആഭരണ ചോദിച്ചതുപോലെ തന്നെ ആ സംരംഭങ്ങളിലേക്ക് ഈ പറയപ്പെട്ട കേരളത്തിൽ എവിടെ നിന്നുമുള്ളവർക്ക് സംരംഭങ്ങളാകാം, അതുപോലെ അവിടെ തൊഴിലാകാം, ആ തരത്തിൽ വളർന്നു വരിക. പിന്നെ ഈ മെട്രോ, അതായത് ഒരു തുറമുഖ ഹബ്ബാക്കി മാറ്റും കേരളത്തെ എന്ന് അദ്ദേഹം പറഞ്ഞത്. നമുക്ക് 590 കിലോമീറ്റർ ആണ് തീരദേശം. ഈ തീരത്ത് നമുക്കറിയാം പല പ്രധാനപ്പെട്ട തുറമുഖ നഗരങ്ങളും ഈ 590 കിലോമീറ്ററിനകത്ത് തന്നെയുണ്ട്. അപ്പോൾ ആ തുറമുഖങ്ങളെ തന്നെ നല്ലവണ്ണം ശക്തിപ്പെടുത്തിയെടുക്കുക. ഇപ്പോൾ തന്നെ വിഴിഞ്ഞത്തിൻ്റെ വികസനം ആദ്യഘട്ടം പൂർത്തീകരിച്ചിട്ട് പോലും വിഴിഞ്ഞത്ത് നിന്ന് ഒഴിവാക്കപ്പെട്ട, അതായത് അവർക്ക് തൊഴിൽ സാധ്യതകൾ നഷ്ടപ്പെടുത്തിയ ഫിഷർ ഫോക്കുണ്ട്. അവരോട് ജസ്റ്റിസ് കാണിച്ചിട്ടില്ല ഇതുവരെ ഗവൺമെൻറ്. അവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യണം, അവർക്ക് വേണ്ട ഇത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ അതൊക്കെ കൊടുക്കണം. അതായത് അവർക്ക് ജോലിക്ക് പോകാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കണം. ഈ മെട്രോ നഗരം വികസിച്ച് വരികയാണെങ്കിൽ അവിടെ തന്നെ അവർക്ക് ഒരുപാട് പേർക്ക് തൊഴിൽ കിട്ടാനുള്ള സാധ്യതകളൊക്കെ തെളിഞ്ഞു വരും. തന്നെയല്ല, ഫിഷിൻ്റെ തന്നെ വാല്യൂ അഡീഷനൊക്കെ ഒത്തിരി സാധ്യതകളുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള എന്തൊക്കെ സാധ്യതകളാണ് ഉള്ളത് അതൊക്കെ പ്രയോജനപ്പെടുത്തി ഒരു മെട്രോ നഗരമായി, ഒരു വ്യവസായ നഗരമായി, ഒരു പോർട്ട് ഹബ്ബായി വളരുന്നതോടൊപ്പം വ്യവസായ നഗരമായും തിരുവനന്തപുരത്തിന് വളരാൻ കഴിയും. അപ്പോൾ അതിനൊക്കെ വേണ്ടി ചെയ്യേണ്ടത് ഈ കെയറെയിലിന് കുറ്റി നാട്ടുകയോ അല്ലെങ്കിൽ റാപ്പിഡ് റെയിൽ ഉണ്ടാക്കുകയോ ഒന്നുമല്ല വേണ്ടത്. അതൊക്കെ ആവശ്യമുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഇപ്പോഴത്തെ ഏറ്റവും പ്രസക്തമായ ചോദ്യങ്ങൾ എന്താണ്? ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുമ്പോൾ തന്നെ ഇവിടുത്തെ ബ്രെയിൻ ഡ്രെയിൻ ഒരുപാട് കുറയും. അതായത് ഒന്നാമത്തെ ഘട്ടം തന്നെ 2019 പൂർത്തിയാക്കി എന്നാണ് പറഞ്ഞിരുന്നത്. അതിപ്പോൾ 2025 പൂർത്തിയായത്. ഇനി രണ്ടാമത്തെ ഘട്ടമൊക്കെ പൂർത്തിയായി വരുമ്പോഴേക്കും അതിന് മുൻപായിട്ട് തന്നെ മെട്രോ നഗരത്തിൻ്റെ പദ്ധതി പ്രവർത്തനങ്ങളുമായിട്ട് മുൻപോട്ട് പോകണം. ഈ കുടി ഒഴിപ്പിക്കപ്പെട്ടവർക്ക് റീഹാബിലിറ്റേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. അവർക്കും പുതിയതായിട്ടുള്ളവർക്കും തൊഴിൽ ലഭിക്കത്തക്ക രീതിയിൽ വേണ്ട ടെക്നോളജിക്കൽ അപ്ഗ്രഡേഷൻ ഈ മെട്രോ നഗരത്തിൽ ഉണ്ടാകണം. ആ തരത്തിൽ മുൻപോട്ട് പോകാനുള്ള പദ്ധതികളൊക്കെ ഈ ബജറ്റിൽ കാണുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. വിദഗ്ധ ഗ്രൂപ്പുകളുമായിട്ടൊക്കെ ചർച്ച ചെയ്തായിരിക്കും അത്തരം കാര്യങ്ങളൊക്കെ അദ്ദേഹം ബജറ്റിൽ കൊണ്ടുവരിക. അങ്ങനെ എനിക്ക് തോന്നുന്നു അസാധാരണമായ വ്യത്യസ്തതകളുള്ള വലിയ തോതിൽ മുൻപോട്ട്, അതായത് ഒരു ടെലസ്കോപ്പിംഗ്, നമ്മളൊരു ടെലസ്കോപ്പ് കൊണ്ട് കാണുന്നു എന്ന് പറയുന്നത് വളരെ ദൂരത്തുള്ള സംഗതികളെയും നല്ല വൃത്തിയായിട്ട് കാണുകയാണല്ലോ ടെലസ്കോപ്പിൻ്റെ പ്രയോജനം. അതുപോലെ കേരളത്തിൻ്റെ ഭാവിയെ ടെലസ്കോപ്പിക്കായിട്ട് കണ്ടുകൊണ്ടായിരിക്കും ബഹുമാനപ്പെട്ട ധനമന്ത്രിയും മുഖ്യമന്ത്രിയുമായ VD സതീശൻ ഈ ബജറ്റ് തയ്യാറാക്കുക. കേരളത്തെ ഒരു തുറമുഖ ഹബ്ബാക്കാൻ അത് കേന്ദ്ര ബജറ്റിൽ തന്നെ അതിനുള്ള പല ധ്വനികളുമുണ്ട്. അതായത് ഇവിടുത്തെ എല്ലാ തുറമുഖങ്ങളെയും ഏകോപിപ്പിക്കുന്നതിനും ഒക്കെയുള്ള സാധ്യതകൾ കേന്ദ്ര ബജറ്റും പറയുന്നുണ്ട്. അപ്പോൾ രണ്ടും കൂടി ലിങ്ക് ചെയ്ത് നല്ലവണ്ണം പ്രവർത്തിക്കാൻ കഴിയുകയാണെങ്കിൽ ഈസിയായിട്ടല്ല, ബുദ്ധിമുട്ടാണ്, പക്ഷേ അത് നടക്കാവുന്ന കാര്യം മാത്രമാണ്. അത് തന്നെയായിരിക്കും, അതിനുള്ളൊരു പ്ലാൻ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കാണും. അതുകൊണ്ടാണ് കേരളത്തെ ഒരു തുറമുഖ ഹബ്ബാക്കി മാറ്റും എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കാനിടയുള്ളത്.
ശമ്പള പരിഷ്കരണം നടത്തുകയാണ്. വലിയ ഒരു അഴിച്ചുപണി തന്നെ ഈ ശമ്പള പരിഷ്കരണവുമായി ബന്ധപ്പെട്ടുണ്ടാവും. അത് എത്തരത്തിലായിരിക്കും കേരളത്തിൻ്റെ ധനപ്രതിസന്ധിക്ക് അതൊരു പ്രതികൂലമായിട്ട് അല്ലെങ്കിൽ അനുകൂലമായിട്ട് മാറാൻ ഇടയുണ്ടാവുക? ഇപ്പോൾ സർക്കാർ ജീവനക്കാർക്കൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്ന വേതനം എന്ന് പറയുന്നത് ഒട്ടും മോശമായ വേതനമല്ല. ഇവിടെ സാധാരണ ജനങ്ങളുടെ ജീവിത നിലവാരവുമായിട്ട് താരതമ്യം ചെയ്തു നോക്കുമ്പോൾ അതിനേക്കാളൊക്കെ ഒത്തിരി ഉയർന്ന ജീവിത നിലവാരം വച്ചു പുലർത്താൻ പറ്റുന്ന തരത്തിലുള്ള വേതന സേവന വ്യവസ്ഥകളാണ് കേരളത്തിൽ നിലവിലുള്ളത്. അത് മോശമാണെന്ന് ഞാൻ പറയുന്നില്ല. ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷനൊക്കെ വയ്ക്കുന്ന ഒരു സ്റ്റാൻഡേർഡുണ്ട്. ആ സ്റ്റാൻഡേർഡിനേക്കാൾ ഒട്ടും താഴെയല്ല കേരളത്തിലെ സേവന വേതന നിലവാരം. മറ്റ് സംസ്ഥാനങ്ങളിൽ അങ്ങനെയല്ല, അതിനേക്കാൾ താഴെയാണ്. അപ്പോൾ അങ്ങനെ നിലവാരമുള്ള ഒരു കേരളത്തിൽ എല്ലാ 5 വർഷവും ശമ്പള പരിഷ്കരണം നടത്തിയാൽ അത് തന്നെയാണ് ധനപ്രതിസന്ധിയിലേക്ക് നയിക്കുന്ന മുഖ്യ കാരണം. അതുകൊണ്ട് ഈ ഗവൺമെൻറ്റിന് ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശമ്പള പരിഷ്കരണം 10 വർഷത്തിലൊരിക്കലാക്കുക. അങ്ങനെ ശമ്പള പരിഷ്കരണം 10 വർഷത്തിലൊരിക്കലാക്കിയാൽ അത് തന്നെ ധനപ്രതിസന്ധിക്ക് അന്ത്യം കുറിക്കും. അതിനുശേഷം കൊണ്ടുപോകുന്ന ആ കരുക്കൾ നീക്കൽ, അതായത് എങ്ങനെയാണ് ധനം സമാഹരണം നടത്തുക, എങ്ങനെയാണ് അത് ചെലവഴിക്കുക, അത് ചെലവഴിക്കുമ്പോൾ വകമാറ്റൽ, പിന്നെ അതുപോലെ റീൽസ് ഉണ്ടാക്കൽ, PR വർക്കിന് ഉപയോഗിക്കൽ, ഇതിനൊന്നും അല്ല പണം ഉപയോഗിക്കേണ്ടത്. പണം ഉപയോഗിക്കേണ്ടത് ജനോപകാരപ്രദമായ പദ്ധതികളുടെ ഒരു പ്രയോറിറ്റി ലിസ്റ്റ് ഉണ്ടാക്കുക. ആ പ്രയോറിറ്റി ലിസ്റ്റ് അനുസരിച്ച് വേണം ഖജനാവിലുള്ള പണം പ്രയോജനപ്പെടുത്താനായിട്ട്. ഏറ്റവും ഉയർന്ന പ്രയോറിറ്റിയുള്ള പ്രോജക്റ്റിന് ഏറ്റവും കൂടുതൽ പണം അങ്ങനെ ചെലവഴിക്കുകയാണെങ്കിൽ ജനക്ഷേമം ഉറപ്പുവരുത്താൻ പറ്റും. നമ്മുടെ എന്താ പറയുക, കേരളത്തിൻ്റെ വികസനം എന്ന് പറയുന്നത് എന്താണ്? പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളിൽ വളർച്ച വേണം. വളർച്ചയുണ്ടായാൽ പോരാ, ആ വളർച്ച പാവപ്പെട്ടവരിൽ എത്തത്തക്ക രീതിയിൽ വിതരണം ചെയ്യപ്പെടണം. ആ വിതരണത്തിൻ്റെ ശൃംഖലയാണ് ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ ശ്രീ VD സതീശനും UDFും കൂടി പ്രഖ്യാപിച്ചിരിക്കുന്ന 5 പ്രധാനപ്പെട്ട ക്ഷേമ പദ്ധതികൾ. ധനപ്രതിസന്ധിയിൽ ആണ്ടുകിടക്കുന്ന കേരളത്തെ വീണ്ടെടുക്കാനുള്ള ഒരു വിസ്മയകരമായ ബജറ്റാവും VD സതീശൻ ആദ്യം പ്രഖ്യാപിക്കുക എന്ന വിശ്വാസത്തോടെ ക്യാമറമാൻ ബിനിൽ നെടുമങ്ങാടിനൊപ്പം അപർണ, കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.